കേട്ടോ, ഇതാണ് മൗണ്ട് കാർമലിലെ കൊച്ചു സുന്ദരി, നമ്മുടെ ഫെബിൻഷ. ഇവിടെ നമ്മുടെ ബാങ്കിലാണ് ജോലി, ദുബായില്. കണ്ടില്ലേ, നമ്മള് മൗണ്ട് കാർമലിലെ ടീച്ചേഴ്സ് എത്ര ഭാഗ്യമുള്ളവരാ. നമ്മൾ എവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും കുട്ടികൾ ഓടിയെത്തുക എന്ന് പറയുന്നത് അതൊരു കുട്ടികൾക്ക് ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ്. അത് ആ ഒരു ടീച്ചറിന് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് വെച്ചാൽ അവര് അത്രയും വർഷം ജോലി ചെയ്തതിന്റെ ഏറ്റവും വലിയ ഒരു മഹിമയായിരിക്കും. അപ്പൊ വേറെ ഒരു ജോലിക്കും ചിലപ്പോ എനിക്കൊന്ന് ഇത്രയും ഒരു ഇമ്പോർട്ടൻസ് കാണാം. ഇന്ന് എന്റെ മോൻ ചോദിക്കായിരുന്നു ആരെ കാണാൻ പോവാ. അപ്പൊ ഞാൻ എന്റെ ടീച്ചറിനെ കാണാൻ പോവാ. അപ്പൊ ഞാൻ നിങ്ങള് ഇപ്പൊ കാണുന്ന പോലെ അല്ല ഞങ്ങളുടെ റിലേഷൻ ടീച്ചേഴ്സുമായിട്ട്. അതെ അതെ, സന്തോഷമുണ്ട്. എനിക്ക് മോള് അന്ന് നല്ല മെലിഞ്ഞ് നല്ല കൊച്ചു സുന്ദരി, ആരും ഇപ്പോഴും സൗന്ദര്യത്തിന് ഒന്നും കുറവില്ല, ഒരു സ്വല്പം വണ്ണം വെച്ചത്രേ ഉള്ളൂ. ഇപ്പോഴും ആ സൗന്ദര്യം ഇച്ചിരി കൂടി മുഖത്ത്. ഇന്ന് ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ദിവസമാണ്. ദുബായില് ഞാൻ താമസിക്കുന്ന ഹോട്ടലില് എൻ്റെ 2 പ്രിയപ്പെട്ട മക്കളും കൂടെ വന്നിരിക്കുകയാണ്. കണ്ടില്ലേ, എൻ്റെ എന്താണ് സാൻഡ്ര കുട്ടിയും മറിയ കുട്ടിയും. ഒരാള് നാളെ എത്തും. അതാരാണ്? അതോടെ വരുമ്പോ പൂർണ്ണാകും, മൗണ്ട് കാർമൽ പൂർണ്ണം. അതാണ് മൗണ്ട് കാർമലിലെ കുട്ടികളുടെ സ്നേഹം, മറ്റുള്ളവർ കണ്ടുപിടിക്കണല്ലേ. എത്ര വഴക്ക് പറഞ്ഞാലും എത്ര അടി കൊള്ളാലും പിള്ളേർക്ക് ടീച്ചേഴ്സ് എന്ന് വെച്ചാൽ അവർക്ക് എല്ലാം, പ്രത്യേകിച്ച് ഞങ്ങൾക്ക്, പ്രത്യേകിച്ച് എന്റെ പിള്ളേർക്ക്. അപ്പൊ താങ്ക് യു. ഇത് ദുബായിലെ ബസ് സ്റ്റേഷനാണ്. കണ്ടില്ലേ, ഡബിൾ ഡെക്കർ ബസ്സുകൾ ഇഷ്ടംപോലെ കിടക്കുന്നത്. എൻ്റെ തൊട്ടടുത്താണ് ഇത് മെട്രോ സ്റ്റേഷൻ. ദുബായ് മെട്രോയാണ് ഈ കാണുന്നത്. അങ്ങനെ നല്ല കണ്ടില്ലേ, നല്ല രസമാണ്. അങ്ങനെ ക്രിസ്റ്റിമോനും ഞങ്ങളെ ബുർജ് ഖലീഫയെ പോകാൻ വേണ്ടി റെഡിയായി മെട്രോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്റ്റിമോൻ മെട്രോയിൽ കയറാൻ പോയിട്ട് റെഡിയാവുക. ഇത് ദുബായിലെ മെട്രോയാണ്. മെട്രോയിൽ ഞങ്ങൾ ബുർജ് ഖലീഫയിൽ പോകാൻ വേണ്ടി പോവുകയാണ്. അതോടക്കുന്ന റോൾസ് റോയ്സ് ലംബോർഗിനി എവിടെയാണ്? അപ്പോൾ ഇതല്ലേ ദുബായ് മാള് മെട്രോയുടെ അകത്തൂടെ ദുബായ് മാളിൽ വന്നു. ഇനി ഇവിടുന്ന് ഞങ്ങൾ ബുർജ് ഖലീഫ കാണാൻ വേണ്ടി പോവുകയാണ്. വെരി ഗുഡ്. കണ്ട ഏറ്റവും സുന്ദരമായ ഒരു കാര്യമാണ്. നമ്മൾ ഈ കുട്ടികളെ ഇല്ലേ ഇതിനകത്ത് കിടത്തിയിട്ട് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. എന്നിട്ട് നമ്മൾ കുട്ടികൾ തന്നെ ഇതിനകത്തിരുന്ന് ഉറങ്ങിക്കോളും, ആരും നോക്കി വേണ്ട. ഇതിനകത്ത് ബെൽറ്റ് ഇട്ട് കിടത്തിയിട്ട് ഇങ്ങനെ ആട്ടാൻ. കണ്ടോ, തന്നെ ഓട്ടോമാറ്റിക് മെഷീനാണിത്. കുട്ടികളെ ഉറക്കുന്ന മെഷീൻ. കുട്ടികളെ ഇതിനകത്ത് ഇരുത്തി ബെൽറ്റ് ഇട്ട് ഇരുത്തിയിട്ട് ഈ മെഷീൻ ഇങ്ങനെ പൊങ്ങിയും താറിയും സൈഡിലോട്ടും ഒക്കെ ആയി കുഞ്ഞുങ്ങളെ ഉറക്കും. ഇത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ക്രിസ്മോനെ ഓർമ്മ വന്ന്. ദുബായിലെ അൽബേക്ക്, ഇവിടെ ദുബായ് മാളിലെയാണ് ഇതെല്ലാം. ദുബായിലെ ഏറ്റവും സൂപ്പർ. ഇത് കണ്ടോ, എല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്നേ. യുടെ മുമ്പിൽ നിൽക്കാൻ അൻചേട്ടാ ദൈവത്തിന് നന്ദി പറയാം. ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആണ് ബുർജ് ഖലീഫ. അതിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത്
വലിയൊരു ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് തന്നെ. ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ. സൂപ്പർ. ഹായ് മൈ ഫ്രണ്ട്സ്, ഇതാണ് ബുർജ് ഖലീഫ. കണ്ടില്ലേ? സൂപ്പർ. ഞാൻ ജീവിതത്തിൽ സ്വപ്നം കണ്ടതാണ് ബുർജ് ഖലീഫയുടെ നമ്മൾ ഡ്രീം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നടക്കാത്തതായിട്ടൊന്നുമില്ല ഈ ലോകത്ത്. സ്വപ്നം കാണുക, മുകളിലേക്ക് സ്വപ്നം കാണുക. സ്വപ്നം കണ്ടാൽ കിട്ടാത്ത ഒന്നില്ല. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ബുർജ് ഖലീഫയുടെ മുമ്പിൽ വന്നത്. വെരി വെരി എക്സ്ട്രാ സൂപ്പർ. സൂപ്പറായിരിക്കും. ഇവിടെ നിന്നിട്ട് പോകാൻ തോന്നില്ല, അത്ര സൂപ്പർ. ദുബായിൽ ബുർജ് ഖലീഫയുടെ ഇത് കണ്ടില്ലേ? അടിപൊളി. കട്ടിട്ടു, ഷോർട്ടായിട്ട് കട്ടി. രണ്ടിലെ ഈ ബുർജ് ഖലീഫ നിർമ്മിച്ചത് എമർ എന്ന് പറഞ്ഞ കമ്പനിയാണ്. ആ കമ്പനിയുടെ ബിൽഡിങ്ങാണ് നമ്മൾ ആ കാണുന്നത്. അതിനകത്ത് എഴുതിയിട്ടുണ്ട് എമർ. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ബുർജ് ഖലീഫ അവർ പണിതിരിക്കുന്നത്. എന്ത് രസമാണ് ദൈവമേ. മാനത്ത് കണ്ട മുട്ടി നിൽക്കുന്നു, മാനം മുട്ടി നിൽക്കുന്ന ബുർജ് ഖലീഫ. ഓ അമ്മയ്ക്കോ. ഇതാരാണെന്ന് അറിയാമോ? മൗണ്ട് കാർമൽ ടീച്ചേഴ്സിന് ഒന്ന് പേര് ആദ്യം പറയുന്നവർക്ക് വീഡിയോ ജസ്റ്റ് നോക്കി ഇരിച്ച് കഴിയുമ്പോൾ പേരിടണം. അവർക്കൊരു സമ്മാനം. മിസ് കാരനൊക്കെ അറിയാലോ മോൾക്ക്, അവരൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇതാണ് നമ്മുടെ ശീതൾ ഗോമസ്. മൗണ്ട് കാർമലിലെ നല്ല സൂപ്പർ സ്റ്റാർ ആയിരുന്നു. ഇപ്പൊ ദുബായിലെ ഏറ്റവും നമ്മള് മൗണ്ട് കാർമലില് എന്താ പറയാ, അതിന് പറയണ എന്താണ് എല്ലാ ടീച്ചേഴ്സിനും ഹാർട്ടി അല്ലല്ലോ മൈ എന്താണ് ഗ്രേറ്റ് വിഷസ് ടു എവറിബഡി. ശൈല മാമിനെ കാണാൻ പറ്റിയില്ല, വലിയ വലിയ സന്തോഷം. സോ ഗ്ലാഡ് ഷീൽ റിമെമ്പേർഡ്. എന്നിട്ട് കാണാനും പറ്റി. എത്രയോ വർഷമായല്ലേ? ഒത്തിരി വർഷമായി. ഒത്തിരി. എനിക്ക് തോന്നുന്ന ഒരു മോളെ 2004 ആണോ 5 ആണോ? 5 ആണ്. 5 മോളും പിന്നെ ആരൊക്കെയായിരുന്നു മോളുടെ ഗ്രൂപ്പിലെ? മറ്റേ ഫെമിൻ മോളുടെ ബാച്ച്. ഒരു വർഷം സീനിയർ. ഓക്കെ. മോളുടെ ലോറീൻ മോളുടെ ബാച്ച് ജൂനിയർ. ഓക്കെ. കുറേ എല്ലാ സൂപ്പർ സ്റ്റാറിനെയും ഇത് എൻ്റെ മൗണ്ട് കാർമലിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പൊ ദുബായിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ ഫിൻലൻഡ് കമ്പനിയിലല്ലേ? ഫിൻലൻഡ് കമ്പനിയില്. ഇതാണ് ശീതൾ ഗോമസ്. എനിക്കൊന്നും ഒരുവിധ ടീച്ചേഴ്സിന് എല്ലാം അറിയാം. ശീതളിന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഹായ് പറഞ്ഞേക്കണേ കേട്ടോ. ഞാൻ മാമിനെ കാണാനും വന്നതാണ്. മാം ദുബായിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ എക്സൈറ്റഡ് ആയി. ആദ്യം മാമിനെ കാണാനും ഞാനും ഓടി വന്നതാണ്. അങ്ങനെ എന്തായാലും മൗണ്ട് കാർമലിൽ ജോലി ചെയ്തോണ്ട് എന്റെ മക്കളുടെ സ്നേഹം പറഞ്ഞറിയിക്കാൻ അതേപോലെയൊക്കെ തന്നെയുണ്ട്. അങ്ങനെ മാം പറയണ ലുക്സും എല്ലാം അതേപോലെ. അയ്യോ മാം താങ്ക്സ് എന്ന് പറഞ്ഞു. ദുബായിലെ വിഷു സദ്യയാണ്. 27 കൂട്ട ഐറ്റമായിട്ടാണ് വിഷു സദ്യ കഴിക്കാൻ പോകുന്നത്. ഇനിയിപ്പം ഇത് ഏകദേശം ഒരു 17 ഐറ്റേ ആയുള്ളൂ. ഇനി ഒരു 27 ഐറ്റം. ഇനി ചോറ്, സാമ്പാർ, പുളിശ്ശേരി, പപ്പടം, പഴം, അതെല്ലാം കൂടെ ആകുമ്പോൾ 27 ഐറ്റം ഉണ്ട് ഇന്നത്തെ വിഷു സദ്യ. സൂപ്പർ വിഷു സദ്യയാണ് ദുബായിലെ നിള എന്ന് പറയുന്ന ഹോട്ടലിൽ. അടിപൊളി. 2 തരം പായസം, രസം.
ഇങ്ങനെ കപ്പിലാണ് വരുന്നത്. അങ്ങനെ നമ്മുടെ വിശ്വസദ്യ, ദുബായിലെ വിശ്വസദ്യയാണ്. ചോറും 27 കൂട്ടം ഐറ്റങ്ങളും. അടിപൊളിയായിരിക്കുന്നു.